എൻ്റെ അമ്മോ, ഈ ഗുഹയിലോട്ട് കയറി വരുമ്പോൾ ശരിക്കും ഒന്ന് ഞെട്ടും കേട്ടോ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞുള്ള കാഴ്ച കണ്ടപ്പോൾ ഞാൻ ഏതോ മായാലോകത്ത് നിൽക്കുന്നത് പോലെ തോന്നി. വാവ്, ഓ മൈ ഗാഡ്. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇതിനു മുമ്പ് വാഗമണ്ണിൽ പോയിട്ടുണ്ട്. ആ വിവരങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. വിശദമായിട്ടൊക്കെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ആ സമയത്ത് ഞങ്ങൾക്ക് ഇല്ലിക്കൽക്കല്ല് കാണാൻ പോയില്ല. അതുകൊണ്ട് ഇല്ലിക്കൽക്കല്ല് കാണാൻ വന്നപ്പോൾ ഒരു ദിവസം അവിടെ താമസിച്ച് ഒരു ധൃതിയുമില്ലാതെ പോരാമെന്ന് കരുതി പോയതാണ്. പണ്ട് ഞങ്ങൾ വാഗമണ്ണിന് പോയപ്പോൾ ഫോഗിനോൾസ് റിസോർട്ടിൽ താമസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവിടെ കൊല്ലുന്ന ചാർജായിരുന്നു. ഒരു നൈറ്റിന് 23,000 രൂപയും ടാക്സും. അതുകൊണ്ട് അന്ന് അത് വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ ഓഫ് സീസൺ ആയപ്പോൾ റെൻ്റ് ഒന്ന് കുറഞ്ഞു. അപ്പോൾ അവിടെ താമസിക്കാമെന്ന് കരുതി. ഒരതിശയോക്തിയുമല്ല കേട്ടോ. നല്ലൊരു അടിപൊളി റിസോർട്ട് തന്നെയാണ് ഈ ഫോഗിനോൾസ്. വാഗമൺ ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ മുമ്പായിട്ടാണ് ഈ ഫോഗിനോൾസ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ഹില്ലിൻ്റെ മുകളിലായതിനാൽ രാത്രിയിൽ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ദേ കണ്ടോ, ലൈറ്റൊക്കെ ഇട്ട് കിടക്കുന്നത്. ഇവിടുത്തെ ഗുഹയൊന്ന് കാണിക്കാം കേട്ടോ. ഇത് കണ്ടാൽ നിങ്ങൾക്കും ഇവിടെ ഒന്ന് താമസിക്കാനായിട്ട് കൊതി തോന്നും. ഫോഗിനോൾസിൻ്റെ ഗേറ്റ് കയറി വരുന്നത് കുറേ വില്ലകളുടെ മുറ്റത്തേക്കാണ്. 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് വില്ലകളാണ്. ഇവിടെ വില്ലയിലോട്ട് കയറി വരുമ്പോൾ ഒരു ലിവിംഗ് റൂമും ചെറിയ ഒരു ഈറ്റിൻ കിച്ചണും പിന്നെ 2 ബെഡ്റൂംസ് വിത്ത് അറ്റാച്ച്ഡ് ബാത്തും ഒക്കെ ഉണ്ട്. കൂടാതെ അപ്സ്റ്റേഴ്സിൽ ഒരു റൂം വിത്ത് ബങ്ക് ബെഡ്സ് ആണ്. അതുപോലെ നല്ലൊരു ബാൽക്കണിയുമുണ്ട്. 2 ഫാമിലി വിത്ത് കിഡ്സിന് താമസിക്കാൻ പറ്റിയ ഒരു വില്ലയാണിത്. ഫോഗിനോൾസിൻ്റെ ടോപ്പ് വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ വാഗമൺ മുഴുവനും കാണാം. എന്തോ ഒരു ഭംഗിയാണെന്ന് നോക്കിക്കേ. ശരിക്കും പറഞ്ഞാൽ നല്ല ചുളുചുളുപ്പൻ കാറ്റും ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കയറി പോരാനേ തോന്നുന്നില്ല. ഇനിയും ഞാൻ ആ കേവ് റൂം ഒന്ന് കാണിക്കാം കേട്ടോ. വില്ലാസിൻ്റെ ഫ്രണ്ടിൽ ദേ കണ്ടോ, ചെറിയൊരു വാതിൽ. അതുവഴി വേണം ഗുഹയിലോട്ട് പോകാൻ. ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ ആ ഒരു വാതിൽ മാത്രമേ ഉള്ളൂ കാണാനായിട്ട്. ബാക്കി എല്ലാം അണ്ടർഗ്രൗണ്ടാണ്. ഈ ചെറിയ ഒരു വാതിൽ, അതുവഴി വേണം ഗുഹയിലോട്ട് പോകാൻ. നിങ്ങൾ റെഡിയാണോ? എന്നാൽ നമുക്ക് ഗുഹയിലോട്ടൊന്ന് ഇറങ്ങിയാലോ? എൻ്റെ പൊന്നേ, ശരിക്കും ഒരു ഗുഹ തന്നെ. അരണ്ട വെളിച്ചമുണ്ടെങ്കിലും കൂരിരുട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ക്യാമറയുടെ വെളിച്ചം കൊണ്ട് സ്റ്റെപ്സ് ഒന്ന് കണ്ടു. ശരിക്കും ഞാനൊന്ന് പേടിച്ചു കേട്ടോ. നിങ്ങൾ പേടിച്ചോ? ഒരാൾക്ക് നടന്നു പോകാവുന്ന പൊക്കമുണ്ട് ഈ ഗുഹയ്ക്ക്. കുത്തനെയുള്ള സ്റ്റെപ്പ് വഴി വേണം ഇറങ്ങി വരാൻ. ഇതിൻ്റെ സീലിംഗിലും സൈഡ് വഴിയൊക്കെ നോക്കിയാൽ കല്ലുകളൊക്കെ ഇങ്ങനെ മുഴച്ചിരിക്കുമ്പോൾ ശരിക്കും അതൊരു ഗുഹ പോലെ തന്നെ നമുക്ക് തോന്നും കേട്ടോ. കൂടാതെ ഇരുട്ടും കൂടി ആകുമ്പോൾ ശരിക്കും പേടിക്കും. പക്ഷേ മണ്ണും കല്ലും ഒന്നും ഇല്ലെന്ന് മാത്രം. നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ഗുഹ. അതുപോലെയാണിത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. എനിവേ, 2 നില കെട്ടിടത്തിൻ്റെ താഴ്ചയിൽ ഇറങ്ങി വന്നപ്പോൾ ദേ കാണുന്ന കാഴ്ച കണ്ടോ? നീണ്ട ഒരു കോറിഡോർ. അതിൽ കേവിൻ്റെ ആകൃതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയ ഒരു വിൻഡോ. ആ വിൻഡോയിൽ കൂടി നോക്കിയാൽ മനം കുളിർപ്പിക്കുന്ന കാഴ്ചകൾ തന്നെ. തേയിലത്തോട്ടവും ലേക്കും പച്ചക്കാടുകളും വൃക്ഷങ്ങളും ഒക്കെയായി അതിമനോഹരമായ കാഴ്ചകൾ. എനിക്ക് അവിടെ നിന്ന് കയറി പോരാനേ തോന്നിയില്ല. ഈ ഗുഹയിലെ മുറി കണ്ടോ? നല്ല മനോഹരമായ മുറിയും ബാത്റൂംസും. വാവ്, നിങ്ങൾക്കിപ്പോൾ തോന്നിയില്ലേ ഇവിടെ വന്ന് ഒന്ന് താമസിക്കണമെന്ന്? ഇവിടെ റെസ്റ്റോറൻറ്റും ഇൻഡോർ ഗെയിംസും ഒക്കെയുണ്ട്. അതുപോലെ നമ്മളിവിടെ താമസിക്കുമ്പോൾ വെൽക്കം ഡ്രിങ്ക്, ഈവനിങ് സ്നാക്സ്, ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആണ്. നല്ല ഒന്നാന്തരം ഭക്ഷണം. ലഞ്ചിനും ഡിന്നറിനും നമ്മൾ പേ ചെയ്യണം. അതുകൂടാതെ ഹോഴ്സ് റൈഡിങ്, ക്യാമ്പ് ഫയറും എല്ലാം ഇവിടുത്തെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് ഭയങ്കര റോയലായിട്ട് ഈ ഫോഗിനോൾസിൽ വന്ന് താമസിച്ചു. ഹോട്ടൽസ് ബുക്ക് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ അന്ന് തൊട്ടേ എനിക്കൊരാഗ്രഹമായിരുന്നു ഫോഗിനോൾസിൽ വന്ന് താമസിക്കണമെന്ന്. അതേതാണേലും സാധിച്ചതിൽ ഭയങ്കര സന്തോഷം തോന്നി. അതുപോലെ ഫോഗിനോൾസിൽ നിന്ന് നോക്കിയാൽ ഇല്ലിക്കൽക്കല്ലും കാണാമെന്നേ. ദേ ഈ വി പോലത്തെ മലകളുടെ ഇടയിലേക്കൊന്ന് നോക്കിക്കേ. ക്ലിയർ സ്കൈ ആണെങ്കിൽ നമ്മൾക്ക് അത് ശരിക്കും കാണാൻ സാധിക്കും. ഞാനിതൊന്ന് സൂം ചെയ്ത് കാണിക്കാം കേട്ടോ. ഇല്ലിക്കൽക്കല്ല് കണ്ടോ? 3 കല്ലുകൾ. ഞങ്ങൾ 2 മാസം മുമ്പ് വാഗമണ്ണിൽ വന്നതായിരുന്നു. അന്ന് ഞങ്ങൾക്ക് വാഗമണ്ണിലെ റോസ് ഗാർഡൻ കാണാൻ സാധിച്ചില്ല. കാരണം അന്ന് ഇടിമിന്നലും മഴയൊക്കെ ആയിരുന്നുകൊണ്ട് അവരെന്നാ പാർക്ക് വൈകുന്നേരം തുറന്നില്ല. കാരണം ഇതൊരു ഹില്ലിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. എനിവേ, റോസ് ഗാർഡൻ കൂടി കാണാൻ പോയി. നല്ലൊരു റോസ് ഗാർഡൻ. 100 രൂപയുടെ എൻട്രൻസ് ഫീ ഉണ്ട്. 100 രൂപയുടെ വെർത്താണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. സാമാന്യം നല്ലൊരു ഗാർഡൻ തന്നെ. കുറേ ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നിന്നിട്ട് നമ്മുടെ തന്നെ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഭാഗ്യം വേണം. കാരണം എന്തോരാളുകളാണെന്നറിയാമോ വൈകുന്നേരം.
അതുപോലെ തന്നെ ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ ഇതിനകത്ത് മുഴുവൻ ലൈറ്റുകളൊന്നും ഇട്ടില്ല, അതെന്താണെന്ന് അറിയത്തില്ല. എനിവേ നല്ലൊരു ഹില്ലിൽ കുറച്ചെല്ലാം ലൈറ്റുകളെല്ലാം ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. കുട്ടികളൊക്കെ നല്ലവണ്ണം എൻജോയ് ചെയ്യും. അപ്പോൾ വാഗമണ്ണിൽ വരുമ്പോൾ ഈ റോസ് ഗാർഡൻ കൂടെ വിസിറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഡാൻസിങ് ഫൗണ്ടനും ഉണ്ട്. ചെറിയൊരു ഫൗണ്ടനാണ്, എന്നാലും നല്ല ഭംഗിയുള്ളൊരു ഫൗണ്ടനുണ്ട്. അങ്ങനെ ഞങ്ങൾ ഏതാണേലും ഈ പ്രാവശ്യം ഞങ്ങളുടെ ഇല്ലിക്കൽ കല്ലും വാഗമണ്ണും ഒക്കെ അടിച്ചു പൊളിച്ചു.